സ്തോത്രം. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്രയാണെന്നും. പാപിയായിരും നിന്നെ രക്ഷിപ്പാൻ യേശു ക്രൂശിലെനി തന്റെ ജീവനർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000-ൽ ശ്രേഷ്ഠനാമൻ. നല്ലിടയനായ യേശുനാഥൻ നമ്മെ നിരന്തരമായി വഴി നടത്തിയിടുന്നു. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ രക്ഷിക്കും, തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തുവാൻ. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമാ എന്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, തൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. ആമേൻ. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 91 സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച്, അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കടിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടിവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയും ആകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലം ആക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മേടിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം അരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വ്യർത്ഥ വാക്കുകൾ എന്നതിനെ കുറിച്ച് ദൈവവചനത്തിൽ നിന്നും അല്പമായി നമുക്ക് ചിന്തിക്കാം. അതിനായി മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 36-ാമത്തെ തിരുവചനം. എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും, അതായത് പ്രയോജനമില്ലാത്ത വാക്കുകൾ, ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഹല്ലേലൂയ. പ്രിയരെ, ഹവ്വ സർപ്പത്തോട് സംസാരിച്ച ബുദ്ധിഹീനമായ ചുരുങ്ങിയ വാക്കുകളാണ് മുഴുവൻ മാനവരാശിക്കും നാശവും പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്ത കഷ്ടവും ഉണ്ടാക്കിയത്. സർപ്പത്തോട് സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റ്? ആത്മീയ കാര്യങ്ങളെ കുറിച്ചാണല്ലോ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവൾ ചിന്തിച്ചിരിക്കും. എപ്രകാരം എന്തിനെ കുറിച്ച് ആരോട് സംസാരിക്കുന്നു എന്നതിനെ കുറിച്ച് നാം ജാഗ്രതയുള്ളവർ ആയിരിക്കണം. രഹബയാം രാജാവ് തന്റെ ജനത്തോട് സംസാരിച്ച ബുദ്ധികെട്ട വാക്കുകൾ നിമിത്തം ഇസ്രായേൽ രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. ഭീകരമായ അനേക യുദ്ധങ്ങളും ഉണ്ടായി. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വാക്കു പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു എന്ന് യാക്കോബ് അപ്പോസ്തലൻ 3:5 പറയുന്നു. തമാശയ്ക്കോ നേരപ്പോക്കിനോ വേണ്ടി നാം പറയുന്ന ആത്മീക വർധനയ്ക്ക് ഉതകാത്ത വാക്കുകൾ ഉണ്ടാക്കുന്ന
ഭയാനകമായ അനന്തരഫലത്തെക്കുറിച്ച് എത്രയോ പ്രാവശ്യം നാം ബോധവാന്മാരായി തീർന്നിട്ടുണ്ട്, ബോധവാന്മാരാകാതിരുന്നിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നവരും മിന്നൽ പ്രകാശത്തെ പോലെയുള്ള വാക്കുകളുടെയും ചുരുക്കവും അർത്ഥസമ്പൂർണവുമായ വാക്കുകളുടെയും ഉടമസ്ഥൻ എന്ന പേര് പ്രാപിച്ചവനുമായ ജോർജ് ഫോക്സ് എന്ന ദൈവ മനുഷ്യൻ തന്റെ സാക്ഷ്യത്തിൽ എന്റെ വാക്കുകൾ ചുരുക്കവും അർത്ഥ സമ്പുഷ്ടവും ആയിരിക്കണമെന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രിയരെ, നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ എന്ന് കൊലോസ്യർ 4:6 അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പ്രബോധിപ്പിക്കുന്നു. നമ്മുടെ ഓരോ വാക്കും ആത്മീയ വർധനയ്ക്ക് ഉതകുന്നതും കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്നതും ആയിരിക്കണം എന്ന് എഫേസ്യർ 4:29 കാണുന്നു. ഹല്ലേലൂയ, ആമേൻ. ദൈവവചനത്തിന്റെ ഒരു ഭാഗം കൂടി നമുക്ക് ചിന്തിക്കാം. സാത്താനും തന്ത്രങ്ങളും എന്നതിനെ കുറിച്ച് ദൈവവചനത്തിലൂടെ 2 കൊരിന്ത്യർ 2:11 സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഹല്ലേലൂയ. പ്രിയരെ, സാത്താൻ പല വിധത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അവിശ്വാസവും മടുപ്പും ഇതിൽ പ്രധാന ആയുധങ്ങളാണ്. ഇസ്രായേൽ ജനത്തിന്റെ 40 വർഷത്തെ മരുഭൂ യാത്രയിൽ അവർ സാത്താന്റെ ഈ തന്ത്രത്തിലാണ് വീണുപോയത്. ഏലിയാവ് മാനസികമായി മടുപ്പ് വന്നിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ശിഷ്യന്മാർക്ക് പല പ്രാവശ്യം അവിശ്വാസം വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ളവനെ ധ്യാനിച്ചു കൊള്ളുവിൻ എന്ന് എബ്രായർ 12:3 കാണും. പ്രിയരെ, നാം സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കി സാത്താന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങാതിരിപ്പാൻ ഓരോ നിമിഷവും യേശുവിനെ ധ്യാനിച്ച് ആ പരിശുദ്ധാത്മാവിന്റെ ആ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാം. അതിനായി കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങേ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒരു ദിനം കൂടി ആയുസ് നീട്ടി തന്നതിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കഴിഞ്ഞ രാത്രികാലം ഞങ്ങളെ പോലെ ഉറങ്ങാൻ കിടന്ന എത്രയോ പേർ പലവിധ ആപത്തുകൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ദുർമരണങ്ങൾ വഴി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തതിനായി പരിപാലിച്ചതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത സകല നന്മകൾക്ക് നന്ദി പറയുന്ന കർത്താവേ. അതാ വിവിധ വിഷയങ്ങളാൽ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളും, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അവരുടെ വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടി ഞങ്ങളുടെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ ആ സമാധാനം ഇല്ലാത്ത വ്യക്തി ജീവിതത്തിൽ സമാധാനം നൽകണമേ. യേശു കർത്താവ് പറഞ്ഞല്ലോ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് അരുളി ചെയ്ത യേശുവിന്റെ സമാധാനത്താൽ നിറയപ്പെടുവാൻ അങ്ങ് സഹായിക്കണം. പിശാച് മനുഷ്യന്റെ ഹൃദയത്തെ കവർന്നിട്ട് സ്വസ്ഥതയും സമാധാനം നഷ്ടപ്പെടുത്തി ഇനി എന്തിനു ജീവിക്കുന്നു എന്ന് പലപ്പോഴും ചിന്തിക്കുന്ന അനേക വ്യക്തികളുണ്ടല്ലോ. അവരുടെ ആത്മാവിനെ കൊന്ന് പിശാച് വരുന്നത് അറക്കുവാനും മുട്ടിക്കുവാനും നശിപ്പിക്കുവാനും കൊല്ലുവാനും കടന്നു വരുമ്പോൾ യേശു വന്നത് ജീവൻ തരുവാൻ, സമൃദ്ധിയായി ജീവൻ തരുവാൻ കടന്നു വന്ന യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി ഹൃദയത്തെ സ്വീകരിച്ച് യേശുവിന്റെ സന്തോഷം ദിനംപ്രതി അനുഭവിച്ച് മുന്നോട്ട് പോകാൻ തക്കോണം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണം. മനുഷ്യർക്ക് അല്പകാലം മാത്രമേ ഈ ഭൂമിയിൽ വാസമുള്ളൂ എന്നറിഞ്ഞ് നിത്യജീവനായി ഒരുങ്ങുവാനുള്ള മനസ്സൊരുക്കം. ഹല്ലേലൂയ. മറ്റൊരുത്തനിലെ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു എന്ന രക്ഷകന്റെ നാമം മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ് നിത്യജീവനായി സകലരും ഒരുങ്ങുവാൻ കർത്താവേ എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണമ. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണമ. കുടുംബ സമാധാനം ഇല്ലാത്തവർക്ക് സമാധാനം നൽകണമ. സാമ്പത്തിക ബുദ്ധിമുട്ട് ജനിക്കത്തിലായിരിക്കുന്നത് അതൊക്കെ തീർക്കുവാനുള്ള വഴിയെ തുറക്കണം. ഈ ജീവനുള്ള ദൈവം ഏതെന്ന് തിരിച്ചറിയാതിരിക്കുന്ന വ്യക്തി ജീവങ്ങൾക്ക് അവരുടെ ആത്മീയ കണ്ണുകളെ തുറക്കണം. യേശു പറഞ്ഞല്ലോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു.
യേശുവിലൂടെ അല്ലാതെ ആർക്കും ദൈവരാജ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്നില്ലല്ലോ കർത്താവേ. അപ്രകാരം ജീവിതത്തിലെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ചുകൊണ്ട് എൻ്റെ പാപത്തിന് വേണ്ടിയാണ് യേശു കാൽവരി കുശിയാഗമായത് എന്നും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുന്ന ദൈവമായി ജീവിക്കുന്നു എന്ന് നിത്യനരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ താങ്കൾ രക്ഷിക്കപ്പെടുമെന്ന വചനം പോലെ കർത്താവേ അപ്പാ യേശുവിന്റെ രക്ഷകനെ അംഗീകരിച്ച് യേശുവിന്റെ പ്രിയ മക്കളായി ജീവിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് സഹായിക്കണം. ഞാൻ നിങ്ങൾ ഒരു നാൾ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്നല്ല ചെയ്തിരിക്കുന്നത്. ദിനംതോറും അപ്പന്റെ മാർവിചാരി മുന്നോട്ട് പോകാൻ അങ്ങ് സഹായിക്കണം. അങ്ങ് ഞങ്ങളെ വലങ്കരം പിടിച്ചിരിക്കാതെ സ്തോത്രം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു നല്ല ചെയ്ത യേശു കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി ദൈവം സ്തുതിക്കുന്ന കർത്താവ്. തുടർന്ന് ദൈവസാധ്യത്തിന്റെ മറയിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഈ പാപം നിറഞ്ഞ ലോകത്തിലായിരിക്കുമ്പോൾ പാപം കൂടാതെ വിശുദ്ധിയുടെ നിലനിൽപ്പാൻ ആവശ്യമായ ദൈവകൃപ പാരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ദൈവസാധ്യത്തിന്റെ മറവിലായിരിക്കാൻ ദൈവം സഹായിക്കും. കർത്താവിന്റെ വേലയിലായിരിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണം, ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. സുവിശേഷ വിരോധികൾ നിമിത്ത കഷ്ടത അനുഭവിക്കുന്ന ദൈവജനത്തിന് ഈ പരീക്ഷ ഘട്ടം തന്നെ ചെയ്യുവാൻ ആവശ്യമായ ദൈവകൃപ അത് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, മാനിക്കണം. ഉലകത്തിലൊക്കെ കർത്താവിന്റെ സാക്ഷ്യമായി കടന്നു പോകാൻ തക്കോണം തന്റെ ഭക്തന്മാരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുക, മാനിക്ക കൃപകളിൽ മറച്ചു യേശു കർത്താവ് ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാന സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.